പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തനത്തിന് മനസാക്ഷി നഷ്ടപ്പെടുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയും ചാനലുകൾ അവതരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വയം അവരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നൊരു ചർച്ചാ വിഷയമാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4ാം തൂണ് എന്ന് സാധാരണ പറയാറുള്ള 4th എസ്റ്റേറ്റ് മാധ്യമ പ്രവർത്തനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് തന്നെ ഭീതിതമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നരശാസ്ത്ര സർവേ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് 4635 വംശീയ വിഭാഗങ്ങളുണ്ട്. 325 ഭാഷകളും അവയിൽ 25 എണ്ണത്തിന് സ്വന്തമായ ലിപികളുമുണ്ട്. ഈ ഓരോ വംശീയ വിഭാഗങ്ങളും അതുപോലെ തന്നെ ഭാഷയും അവയുടേതായ ഒരു സാംസ്കാരിക പരിസരം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങൾ ഒരുപക്ഷെ ഭൂമിയിൽ എവിടെയും ദൃശ്യമാകാത്ത ഈ വംശീയ നര സമൂഹത്തിൻ്റെ ഈ വൈവിധ്യമാർന്ന ഈ ഒരു സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഈ വൈവിധ്യത്തിന് ഒരു വൈവിധ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന ഒരു ഏകീഭാവത്തിൻ്റെ ഒരു ഏകീഭാവ വികാരം നമ്മളിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിത്തറ. ആ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ കിടക്കുന്നതും അവിടെ തന്നെയാണ്. ഈ വംശീയ വിഭാഗങ്ങളെ അവയുടേതായ പ്രത്യേകമായ സാംസ്കാരിക സവിശേഷതകളോട് നിലനിൽക്കാൻ അനുവദിക്കുകയും പരസ്പരം സംവദിക്കാനും സഹവസിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അവകാശവാദങ്ങൾ യഥാർത്ഥത്തിൽ അർത്ഥവത്താകുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യത്തെ പിന്തുണക്കുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാധ്യമ ലോകത്തിൻ്റെ ധർമ്മം. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നത് വല്ലാതെ ആലോചനപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഒരുതരം ഭ്രാന്ത്, ഒരു മനോരോഗത്തിന് ഈ മാധ്യമ ലോകം ആകെ വിധേയപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഇസ്ലാമോഫോബിയ എന്നത് വാസ്തവത്തിൽ ഒരു മാനസിക രോഗമാണല്ലോ, ഒരു മനോവൈകല്യമാണ്, ചികിത്സിക്കപ്പെടേണ്ട ഒരു മനോരോഗമാണത്. യൂറോപ്പിൽ നിന്ന് കടമെടുത്ത ഈ മനോരോഗം ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമ ലോകത്തെ കൂടി ഗ്രസിച്ചിരിക്കുന്നു എന്നാണ് ദിനേന എന്നോട് നമ്മളെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് നൽകുന്ന സന്ദേശം. എൻ്റെ ഭാവിയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഏതൊരാളെയും വളരെയധികം അലോസരപ്പെടുത്തുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കിക്കുന്ന നീതിബോധമുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും മതജാതി വ്യത്യാസമന്യേ ഇത്തരമൊരു സമീപനത്തിനെതിരെ രംഗത്ത് വരികയും അതിനെതിരെ ജനകീയമായ വികാരങ്ങളും ജനകീയമായ വിചാരതലങ്ങളും സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ്. അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭ്രാന്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഈ സദസ്സിന് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നേരിട്ട് അനുഭവമുള്ള എൻ്റെ സുഹൃത്തുക്കളായ ചില ആളുകൾക്കുണ്ടായ ഒരു അനുഭവം. ഏതാണ്ട് കഴിഞ്ഞ വർഷം നേരോടെ നിർഭയം നിരന്തരം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖത്തേക്ക് നിരന്തരം
വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നു വരാറുള്ള ഒരു ചാനൽ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു വലിയ തട്ടിപ്പിന്റെ കഥ ഒരുപക്ഷെ വലിയ ഒരുപാട് ആളുകൾക്കൊന്നും അറിയാതെ പോയിട്ടുണ്ടാകും. സിമിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നൂറുൽ അമീൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ആ പ്രദേശത്ത് അദ്ദേഹം ചേന്ദമംഗലൂർ പ്രദേശത്ത് ഉള്ള അദ്ദേഹം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സാരഥി കൂടിയാണത്. ജാതിപദം ഭേദമന്യേ മാറാരോഗികളായ ആളുകൾക്ക് ആശ്വാസം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ സാരഥിയാണ് അദ്ദേഹം. ആ നാട്ടിലെ ആളുകൾക്കൊക്കെയും പ്രിയങ്കരനായ ഒരു വ്യക്തി. ഒരു ദിവസം ഒരു സുഹൃത്തിന്റെ റൂമിൽ ചെന്നപ്പോൾ ഈ നൂറുൽ അമീൻ ഏഷ്യാനെറ്റ് TV-യിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു അഭിമുഖം അവർ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടുടനെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് TV കാണിച്ചിരിക്കുന്നത്. ഇത് വെളിയിൽ കൊണ്ടുവന്ന ഏഷ്യാനെറ്റ് TV-യോട് അദ്ദേഹം നന്ദി പറയുകയും ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. TV-യിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് സത്യത്തിൽ അന്ന് ആ സമയത്ത് മനസ്സിലായില്ല. പിറ്റേ ദിവസം തേജസ് കയ്യിൽ കിട്ടിയപ്പോഴാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്ന് മനസ്സിലാകുന്നത്. പാനായിക്കുളത്ത് അതിന് കുറച്ച് ദിവസം മുമ്പ് സിമി പ്രവർത്തകരായ ആളുകൾ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ ഭാഗമായി പരസ്യമായി സംഘടിപ്പിച്ച ഒരു ചർച്ചാ വേദികയിലേക്ക് പോലീസുകാർ വരികയും ഏതാനും പ്രവർത്തകന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇതിനെ തുടർന്ന് സിമി വീണ്ടും വാർത്തകളിൽ വലിയ ചർച്ചയായി മാറി. ആ സമയത്ത് ആണ് ഏഷ്യാനെറ്റിൽ നിന്നുള്ള ഏതാനും ആളുകൾ നൂറുൽ അമീനെ സമീപിച്ചുകൊണ്ട് സിമിയെക്കുറിച്ചുള്ള വാർത്തകളിങ്ങനെ ദിനദിന വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കാലോ, നിങ്ങളുടെ വേർഷൻ നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച കോഴിക്കോട്ടുള്ള വളരെ പരസ്യമായ പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവരെ എത്തിക്കുകയും അവിടെ വെച്ചിട്ട് നേരത്തെ നിശ്ചയിച്ച അനുസരിച്ച് നടത്തിയ ഒരു ഇന്റർവ്യൂ പിറ്റേ ദിവസം ഒരു എക്സ്ക്ലൂസീവ് ഇവരുടെ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് സിമിയുടെ രഹസ്യ സങ്കേതത്തിൽ വെച്ച് ഇവർ വളരെ രഹസ്യമായി പിടിച്ച ഒരു സംഭവമാണ് എന്ന രൂപത്തിലാണ് പിറ്റേ ദിവസം ഏഷ്യാനെറ്റ് TV-യിൽ പ്രദർശിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ കണ്ട സംഭവം. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മര്യാദയുടെ എല്ലാ സീമകളും അതിലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഭ്രാന്തന്മാരെ പോലെ സാധാരണ വാച്ച് ഡോഗ് എന്ന് ഇംഗ്ലീഷിൽ വളരെ ആദരപൂർവ്വം പറയുന്നതിന്റെ മലയാളം എന്താണ്? കാവൽ നായ എന്നോ കാവൽ പട്ടി എന്നോ എന്നാണല്ലോ. ആദ്യത്തെ ആ പദം പോയാൽ പിന്നെ അവശേഷിക്കുന്നത് പട്ടി മാത്രമാണ്. അതാണ് വാസ്തവത്തിൽ ഇതിനൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അതിലപ്പുറം മറ്റും എന്ത് പദം ഉപയോഗിച്ചാണ് നമുക്ക് ഇത്തരം ചെയ്തികളെ വിശേഷിപ്പിക്കാൻ കഴിയുക? ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ എത്ര ചെറുപ്പക്കാർ, എത്ര കുടുംബങ്ങൾ ഇതിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതവർക്ക് അറിയാനുണ്ട്. അവർക്കറിയുമോ? ഇവർ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളുടെയും അവർ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീരിന്റെ വേദനകൾ അവർക്കറിയുമോ? ആർക്കെങ്കിലും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അവർക്ക് അതിന്റെ വേദന മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യത്വമുള്ള ആരെങ്കിലും ആ രംഗത്ത് ഉണ്ടെങ്കിൽ രണ്ടു വട്ടം മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേറെ വല്ല വഴിയുമില്ലെങ്കിൽ മറ്റു വല്ല വഴികൾ ഞങ്ങൾ കാണിച്ചു തരാം. മാന്യമായ ഒരുപാട് വഴികളുണ്ട്. ആളുകളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് വേണമോ ഇത്തരത്തിലുള്ള ഈ കാശുണ്ടാക്കൽ എന്ന് അത്ര മനുഷ്യത്വമുള്ള ആരെങ്കിലും അതിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഈ മാധ്യമ ലോകത്ത് അവശേഷിക്കുന്നുണ്ട്, അവരോട് ചോദിക്കാൻ എനിക്ക് ഈ അവസരത്തിൽ തോന്നുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമൂഹം ഉണർന്നു വരേണ്ടതുണ്ട്. ഭ്രാന്തന്മാരെ പോലെ ഒരു സമൂഹത്തെ മുഴുവൻ ഭ്രാന്തി പിടിപ്പിച്ചുകൊണ്ട് ഏതോ വലിയ സംഭവങ്ങൾ, സംഭ്രാത്മകമായ എത്രയോ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എത്രയോ കാലമായി, പതിറ്റാണ്ടുകളായി സഹവാസികളായിട്ടും അയൽക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും കഴിഞ്ഞു പോരുന്ന സമൂഹങ്ങൾക്കിടയിൽ നിരന്തരമായ ശത്രുതയും പകയും സംശയവും ജനിപ്പിച്ചുകൊണ്ട് ഇവരേത് രാജ്യത്തെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇവർ രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യമെന്ന് പറയുന്നത് അതിരുകളിട്ട ഏതാനും മൺതരികളാണോ രാജ്യം? അതല്ല, മനുഷ്യരാണോ രാജ്യം? ആ ലോകത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളാണോ രാജ്യം? ജനങ്ങളാണ് രാജ്യമെങ്കിൽ ആ ജനങ്ങളുടെ ഐക്യമാണ് രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്
നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ദുർബലപ്പെടുത്തിയാൽ ഏത് രാജ്യത്തെയാണ് നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അവർ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെറും നിശബ്ദ കാഴ്ചക്കാരായിട്ട് മോചികളായിട്ട് ജീവിതം കഴിക്കാതെ ഇത്തരം ചേരികൾക്കെതിരെ രംഗത്ത് വരികയും ഞങ്ങൾ മനുഷ്യരാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ്